അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശക്തമായിട്ടുള്ള ഒരു ആയത്തിനെ കുറിച്ചിട്ടാണെന്ന് പറയുന്നത്. ശക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തമാണ്. ഈ ഒരു അമലിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ ഞാമത്തുകൾ എത്തും എന്നുള്ളതാണ്. നമ്മളിത് ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ആഗ്രഹത്തിൻ്റെ ആണിക്കല്ല് ഇളകും എന്നുള്ളതാണ്. അത്രയും മഹത്തായിട്ടുള്ള ഒരു അമൽ തന്നെയാണ്, നഷ്ടപ്പെടുത്താതിരിക്കുക. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു 27-ാം രാവിലെ നിങ്ങൾ ഈ ഒരു അമലിനെ കാണുകയാണെങ്കിൽ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിൽ ഞാൻ ഈ ഒരു അമലിനെ പറയാൻ കാരണം ഇന്ന് 27-ാം രാവായതുകൊണ്ട് തന്നെ ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനുണ്ടാകും, ഒരുപാട് ദിക്റുകൾ നമുക്ക് ചൊല്ലാനുണ്ടാകും, ഒരുപാട് ദ്വാകൾ നമുക്ക് റബ്ബിനോട് പറയാനുണ്ടാകും, നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് റബ്ബിനോട് പറയാനുണ്ടാകും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അതിൻ്റെ ഇടയിൽ ഈ ഒരു അമലിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ചിലവാക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫലം നിങ്ങൾ അറിയുക ചെയ്യും. അതത്രയും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. ഞാൻ ഈ ഒരു റമളാൻ മാസം ആരംഭിക്കുന്ന സമയത്ത് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അസ്മാഉൽ ഹുസ്നയെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം, റമളാൻ 30 വരെയെങ്കിലും നിങ്ങൾ ഈ ഒരു അമലിനെ തുടരണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ അത് ചെയ്തിട്ട് ജീവിതത്തിൽ വിടാതെ ഈ ഒരു ദിവസങ്ങളിലൊക്കെ ചെയ്തതിലൂടെ ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങിയെന്ന് പറഞ്ഞപ്പോഴും വളരെയധികം സന്തോഷം. റബ്ബ് സുബ്ഹാനഹു തആല ഇനിയും നമുക്ക് ആ ഒരു അമലിനെ നിലനിർത്താൻ തൗഫീക്ക് നൽകട്ടെ. ആരൊക്കെ ഇപ്പോഴും ആ ഒരു അമൽ ചെയ്യുന്നുണ്ട് എന്നൊന്ന് അറിയിക്കണേ, കാരണം ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്തരത്തിൽ ഓരോ അമലുകൾ പറഞ്ഞു തരുമ്പോൾ അത് ചെയ്തിട്ട് ഫലം കിട്ടി എന്നറിയുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ആ ഒരു അമലിൻ്റെ ബറക്കത്താണ്, അത്രയും ഫലമാണ് ആ ഒരു അമലിന്. പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ, നമ്മൾ എന്തൊരു അമൽ ചെയ്യുകയാണെങ്കിലും അത് ചെയ്യുന്നതിലുള്ള ആ ഒരു ആത്മാർത്ഥത കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അമലിൻ്റെ ആ ഒരു ഫലം ഇരട്ടിക്കും. നമുക്ക് കിട്ടുന്ന ആ ഒരു ആഗ്രഹം അത് വളരെ ഭംഗിയുള്ളതായിരിക്കും, വളരെയധികം ശക്തിയുള്ളതായിരിക്കും. നമ്മൾ ചിന്തിക്കാത്ത രീതിയിലായിരിക്കും ആ ഒരു ആഗ്രഹം നമ്മളിലേക്ക് എത്തിപ്പെടുക. എത്രയോ മുറാദുകൾ പറഞ്ഞിട്ട് എത്ര ഉമ്മമാർ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ടെന്നറിയോ. എൻ്റെ മകൻക്ക് വേണ്ടിയിട്ട്, അവനൊരു ജോലി ശരിയാകാൻ വേണ്ടിയിട്ട്, അവനക്കൊരു വിവാഹം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ റമളാൻ മാസം കഴിയുമ്പോഴേക്കും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പരസ്പരം ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പരസ്പരം ദ്വാകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനും ശ്രമിക്കുക. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ മറന്നു പോകാത്ത ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഇന്നത്തെ ദിവസത്തിൽ 27-ാമത്തെ രാവാണെന്ന്, ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ്. ഇതൊക്കെ ഒരുപാട് ഉസ്താദുമാർ ഒരുപാട് ചാനലിലൂടെ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് ഖബർ ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ജീവിതം ഖൈറിലും ബർക്കത്തിലും ആക്കാൻ വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യുക. അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് സൂറത്തുകളെ നമ്മൾ ഹദിയ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണെന്നറിയോ, നമ്മളും ഒരു ദിവസം ഇത്തരത്തിൽ പോയി കിടക്കേണ്ട ആളുകളാണ്. ആ ഒരു സമയത്ത് ഇത്തരം അമലുകൾ മാത്രമേ നമുക്ക് കൂട്ടിനുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോ വീഡിയോസിലും പറയുന്നത്. ഇന്നത്തെ ദിവസം എന്താണെങ്കിലും മുടങ്ങാതെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ദ്വാകളെയും അതേപോലെ തന്നെ സൂറത്തുകളെയും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക. അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ലക്ഷക്കണക്കിന് മാലാഖമാർ, ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് പറന്നിറക്കിക്കൊണ്ടിരിക്കുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ഈ ഒരു രാവ്, ഇന്നത്തെ ഈ ഒരു മഗ്‌രിബിക്ക് ശേഷമുള്ള ആ ഒരു സമയമുണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. നമ്മുടെ മുറാദുകൾ എന്താണെങ്കിലും ആ മുറാദുകളെ റബ്ബിൻ്റെ മുമ്പിലിരുന്ന് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ എൻ്റെ ഈ ഒരു ആവശ്യത്തെ നേടിത്തരണം എന്ന് നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ, മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇടങ്ങേറുകളെ പടച്ചവൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുകയാണെങ്കിൽ അതിന് ഉത്തരമുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. നമുക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടമുണ്ട് അല്ലേ. കടമില്ലാത്ത ആളുകളായിട്ടൊന്ന് ചുരുക്കം ചില ആളുകളുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളിൽ
കടമുള്ള വ്യക്തികളുടെ ഭാര്യമാരുണ്ടാകാം, മക്കളുണ്ടാകാം, ഉമ്മമാരുണ്ടാകാം, ആരാണെങ്കിലും ഈ ഒരു അമല് കാണുന്നത് അവർ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം മുറുകെ പിടിച്ചോളിയും. ഇന്നത്തെ ദിവസം എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉപ്പാൻ്റെ കടങ്ങൾ വീട്ടി കൊടുക്കണം, എൻ്റെ ഭർത്താവിൻ്റെ കടങ്ങൾ വീട്ടി കൊടുക്കണം, എൻ്റെ മകൻ്റെ കടങ്ങൾ വീട്ടി കൊടുക്കണം. ഇത്തരത്തിൽ കടങ്ങൾക്കാണെങ്കിലും രോഗങ്ങൾക്കാണെങ്കിലും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിനാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ട കാര്യങ്ങൾ ഉണ്ടാകും അല്ലേ. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്കാമ അതുപോലെ തന്നെ വിസ അടിച്ച് കിട്ടാൻ ഇത്തരത്തിലുള്ള പ്രത്യേകമാക്കപ്പെട്ടുള്ള ചില ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പെട്ടെന്ന് കിട്ടേണ്ടത്, ചില തീയതികൾക്കുള്ളിൽ കിട്ടേണ്ടത്, ഇപ്പോൾ ഈ കുറി കിട്ടാനുള്ളതുപോലെയൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത്തരം അമലുകളും കൂട്ടുപിടിച്ച് നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു തആല അത്തരം കാര്യത്തെ തട്ടിക്കളയൂല, അത് വേണ്ടാന്ന് വെക്കൂല. റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ കണ്ണീരിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ മഹത്തായിട്ടുള്ള അമല് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഞാനിപ്പോൾ ഒരു 3-4 വീഡിയോസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മെൻസസ്സുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ അത്തരത്തിൽ വരാണ്ടായി. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇത് ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അമല് ചെയ്യുമ്പോൾ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സാന്നിധ്യമാണ്. മനസ്സാന്നിധ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു അമല് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ ഈ ഒരു അമല് ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടൂലേ, ആ ഒരു സംശയം ഉണ്ടല്ലോ. ആ സംശയം വരാതെ നിങ്ങളുടെ റബ്ബിനെ കാണുന്നുണ്ട്, ആ രീതിയിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെയും കാണുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ റബ്ബിൻ്റെ അടുത്ത് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ആ ഒരു ആവശ്യത്തെ റബ്ബിനോട് മനസ്സറിഞ്ഞ് പറയാം. റബ്ബേ, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യം എനിക്ക് നേടി കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു രക്ഷ ഉണ്ടാകില്ല. പിന്നെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ്, നമ്മൾ ഒരുപാട് തെറ്റുകളൊന്നും ചെയ്തു പോയിട്ടില്ലല്ലോ. നമ്മൾ ചെയ്ത തെറ്റുകളെ നമ്മൾ റബ്ബിനോട് ഏറ്റ് പറയാം. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുറച്ച് തവണ ഇസ്തിഗ്ഫാറിനെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കാരണം റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു വാക്കാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ഇസ്തിഗ്ഫാറിന് കുറച്ച് തവണ ചെല്ലുക. നമ്മൾ ചെയ്ത പാപങ്ങൾ കഴിയുമെങ്കിൽ നമ്മളൊന്ന് ഏറ്റ് പറയാനും ശ്രമിക്കാം. അതേപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മുത്ത് റസൂലിനോട് നമ്മളൊന്ന് സലാം പറയുക. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പറയാൻ കഴിയുമല്ലോ. ഒരു 3-4 തവണ നമ്മളത് ചെല്ലുക. റസൂലിനോട് സലാം പറയാം, മനസ്സറിഞ്ഞ് സലാം പറയാം. സലാം പറഞ്ഞതിന് ശേഷം കുറച്ച് സലാത്ത് കൂടെ ചെല്ലുക റസൂലിൻ്റെ പേരിൽ. അതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു അമല് ചെയ്യേണ്ടത് അല്ലേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെല്ലാൻ പറ്റും. ഈ ഒരു മഹത്തായിട്ടുള്ള ദിക്ർ ഉണ്ടല്ലോ, വളരെയധികം ബെസ്റ്റായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്ർ തന്നെയാണിത്. ഇതിനെ നമുക്ക് 313 തവണ നിയ്യത്ത് വെച്ച് എണ്ണം തെറ്റാതെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ത് തടസ്സമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിലും, എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു മഹത്തായിട്ടുള്ള ദിക്റിനെ ചൊല്ലിയിട്ടുള്ളതെങ്കിലും ആ ആവശ്യം റബ്ബ് സുബ്ഹാനഹു തആല നടത്തി തരിക തന്നെ ചെയ്യും. അത് ഈ മഹത്തായിട്ടുള്ള അമലിൻ്റെ ഒരു പ്രത്യേകതയാണ്. തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക, ഇതിൻ്റെ പ്രത്യേകതയെ മനസ്സിലാക്കുക. വളരെയധികം ബഹുമാനപൂർവ്വം നമ്മൾ ഈ ഒരു മഹത്തായിട്ടുള്ള അമലിനെ ചൊല്ലാനും ശ്രമിക്കാം. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് പറയല്ലോ, ആ അത്ഭുതങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു അമലിനെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. കാരണം ഈ ഒരു അറിവിന് വേണ്ടിയിട്ട്, ഇത്തരം അമലുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ടാകാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു അമലിനെ നമുക്ക് ചെയ്യാനും ഇതിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനും റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.